ശ്വാസത്തിനുള്ള കുഴലിൽ ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ അംശം ഇറങ്ങിപ്പോയാൽ എന്തൊരു അവസ്ഥ നമ്മൾ അനുഭവിക്കലുണ്ട് ചില സമയത്തിലെ വർത്തമാനം പറയുന്നതിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഒന്നാകത്തിനുള്ളിൽ പോയോ ഇല്ല, ഒരു ചെറിയ ഒരു കഷ്ണം ശ്വാസനാളിയിൽ പ്രവേശിക്കുമ്പോഴേക്ക് ശരീരം അത് പുറത്തേക്ക് കളയാൻ ബുദ്ധിമുട്ടാണ്. ശ്വാസത്തിനുള്ളിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ ശ്വാസകോശമാകെ തകരാറിലാകും, ന്യൂമോണിയ ബാധിക്കും, പല അസുഖങ്ങൾക്ക് അത് കാരണമാകും. നിന്റെ ശ്വാസം അപകടത്തിലാക്കാൻ പാടില്ല. അല്ലാഹു അതിന് നിശ്ചയിച്ചിട്ടുള്ള രീതി എന്താണ്? ഭക്ഷണത്തിന് വേണ്ടി നീ വായ തുറക്കുമ്പോൾ ശ്വാസനാളി അടയുന്നു. ഓട്ടോമാറ്റിക്കാണ് നീ അടച്ചതാണോ, നീ ചിന്തിക്കുന്നത് അതിനെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരിക്കലും ആ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ശ്വാസനാളി അടക്കട്ടെ എന്നിട്ട് വേണമല്ലോ ഭക്ഷണം ഇറക്കാൻ എന്ന് നീ പറയുന്നുണ്ട്. ഇല്ല, നിന്റെ ശരീരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് പ്രപഞ്ചം മുസ്ലിമാൻ, പ്രപഞ്ചം മുസ്ലിമാൻ, നിന്റെ ശരീരം വരെ മുസ്ലിമാൻ, നിന്റെ മനസ്സാണ് നീ മുസ്ലിമാവേണ്ടത്. കാരണം അല്ലാഹു പറഞ്ഞ പോലെ ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നത്, നീ പറഞ്ഞതുപോലെയല്ല. നിന്റെ ശരീരത്തിലെ ഓരോ ഞരമ്പുകളും ചലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് കൽപ്പിച്ചത് പ്രകാരമാണ്. നിന്റെ ശരീരം അല്ലാഹുവിന് മുസ്ലിമായിട്ടുണ്ട്, നിന്റെ ഹൃദയം കൂടി മുസ്ലിമായി വരും. നിന്റെ ശ്വാസനാളി തുറക്കുന്ന സമയത്ത് മറ്റേ തുറക്കാൻ പാടില്ല, അത് തുറക്കുന്ന സമയത്ത് തുറക്കാൻ പാടില്ല. അതിൽ ചെറിയ വ്യത്യാസമുണ്ടായാൽ അതോടുകൂടി പ്രയാസമായി.